ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ താമരയുടെ വീഡിയോ അല്ല ഇടുന്നത്, വേറൊരു വെറൈറ്റി വീഡിയോ ആണ്. അമൃതം പൊടി കൊണ്ട് ലഡു ഉണ്ടാക്കുന്ന വിധമാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്: അമൃതം പൊടി, ശർക്കര, ഏലക്കായ പൊടിച്ചത്, പിന്നെ നാളികേരം, അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ. ആദ്യം ശർക്കര പിന്നെ 3 ആണിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ നല്ലോണം ഇളക്കി കുറുക്കി വെച്ചു കേട്ടോ. എന്നിട്ട് നല്ലോണം കട്ട ശരിക്കും ഉടഞ്ഞിട്ടില്ല, അതുകൊണ്ട് നല്ലോണം എന്താക്കണം, നല്ലോണം ഗ്യാസിൽ വെച്ചിട്ട് കുറുക്കിക്കൊണ്ടൊക്കെയാണ്. എന്നിട്ട് ഒരു ബോളിക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ശർക്കര ഉരുക്കിയത് ഒരു ബോളിക്ക് ഒഴിച്ച് 3 അണി ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബോളിക്ക് ഒഴിച്ചു. ഇനി അടുത്തത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, പാന്. അതിലിത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ നെയ്യ്ക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് നാളികേരം. ആദ്യം അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി ഒരു ചുവപ്പ് കളറാകുമ്പോഴും ചെറുതായിട്ട്. ഇതിൻ്റെ അടുത്ത് ഈ ഒരു പാനേ ഉള്ളൂ കേട്ടോ. ശരിക്കും കുറച്ചും കൂടി പിന്നെ വലിപ്പമല്ല, നല്ല ഒരു പാത്രം എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള പാത്രത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ചുമന്ന് തുടങ്ങി കേട്ടോ. ഇതിലേക്ക് നാളികേരം കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട്. നാളികേരം ഇതാണ്. നാളികേരം ഇട്ട് അണ്ടിപ്പരിപ്പും നാളികേരം കൂടി മിക്സ് ചെയ്താണ്ട് നല്ലോണം ഇളക്കിയിട്ട്, അതും നാളികേരത്തെ വെള്ളത്തിൻ്റെ ഇത്, നാളികേരത്തിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ടാവുമല്ലോ, അത് കുറച്ച് പോകണം. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കിയാണ്. ഇതാണ്ട് ഒരുവിധമായി തുടങ്ങിയിട്ടോ. നാളികേരം ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് വേറൊരു പാത്രത്തേക്ക് ഒഴിവാക്കണം. ഒരുവിധമായി അണ്ടിപ്പരിപ്പും നല്ലോണം ചുവന്ന് നാളികേരം ചെറുതായിട്ടൊരു കളർ വന്നു. മറ്റേ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ ഇത് പോയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തേക്ക് അതായത് ഏലക്കായ പൊടിച്ചത്, ഏലക്കായ പൊടിച്ചത് കുട്ടി അതും കൂടി മിക്സാക്കി നല്ലോണം ഇളക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന്, ഇത് ഞാൻ എൻ്റെ ഒരു വെറൈറ്റിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഏതായാലും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് പറയണം. ഏലക്കായ ഇട്ട് നന്നാക്കി ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് മാറ്റണം. വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് പിന്നെ അടുത്തത് ആ പാത്രത്തിൽ പൊടി, അമൃതം പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഞാൻ അത്യാവശ്യം കുറച്ച് നേരം 6-7 മിനിറ്റ് നേരം നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയാണ് നല്ലോണം വറുത്തിട്ടുണ്ട്. അതിൻ്റെ പാന് ചെറുതായിട്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പൊടി അതിലിട്ട് ഇളക്കാൻ കഴിയുള്ളൂ കേട്ടോ. അതുപോലെ കുറച്ചും കൂടി നല്ല അടപ്പുള്ളൊക്കെ പാത്രമായാൽ ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രമുള്ളൂ, അപ്പോൾ കുറേശ്ശെ ഇങ്ങോട്ട് ഇത് ഇട്ടാണ്ട് ഇളക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് പറയണം. അത് പൊടി ഒരു പാത്രത്തിൽ ഇട്ടു. ഇനി ശർക്കര ശർക്കര ലായനി ഒഴിച്ചത് അരിപ്പയിൽ അരിച്ചിട്ടോ. കാരണം ശർക്കരയിൽ പല കല്ലും അതും ഇതൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ചിട്ട് എടുക്കുകയാണ്. അയച്ചെടുക്കണം. ഇത് ഒരു വീഡിയോ ഒരു കയ്യിൽ ഫോൺ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം.
ഒരു കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇളക്കുന്നത്. ഒരു കയ്യിൽ ഫോണാണ്, ഒരു കയ്യിൽ എന്താ നല്ലോണം മിക്സാക്കി ആക്കി നാളികേരവും അണ്ടിപ്പരിപ്പും ഏലക്കായും കൂടി ഇതാക്കിയത് ചൂടാക്കി വെച്ചത് ഇതിൽ കൂടി മിക്സാക്കി നല്ലോണം മിക്സാക്കിയിട്ട് കൈ കൊണ്ട് നമുക്കിങ്ങനെ ഇതാക്കിയെടുക്കാം. ഓരോ ഷേപ്പിൽ ഒരു ലഡു ചെറിയ ചെറിയ ലഡു ആയിട്ട് അങ്ങനെ നാല് മിക്സായിട്ട് ചൂടോട് കൂടി കഴിഞ്ഞ് ആ മിക്സോട് ചെറുതായിട്ട് ഓരോ ഷേപ്പ് ചെറിയ ചെറിയ ലഡു ആയിട്ട് എൻ്റെ ചെറുതാണ് കേട്ടോ. അതുപോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ചെറുതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കരുത്. ഇത് പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി എനിക്ക് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമായി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10-15 ലഡുവിനുള്ളത് ഉണ്ട്. 15 ലഡു ഉണ്ടാക്കാനുള്ള മാവുണ്ട്. നല്ലോണം ഒരു ഉരുട്ടി കഴിക്കുന്നത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഇത്. ഇതിൽ പിന്നെ അരിപ്പൊടി ചേർക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ പക്ഷേ ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടില്ല. ഇതാക്കണം ഇതാണ് ചെറിയ ചെറിയ